ഹലോ എവരി വൺ വെൽക്കം ടു ഒത്തൻറ്റിക് ഇന്ത്യൻ കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പ്ലം കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. പിന്നെ പുതിയ എന്തൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നല്ല അടിപൊളി പ്ലം കേക്ക് എങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് 250 ml കപ്പിന് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കാണെങ്കിൽ 1 ടീസ്പൂണും പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂണും ഒരു 1/4 ടീസ്പൂണും നമുക്കാണെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം. പിന്നെ ബട്ടർ നമുക്കാണെങ്കിൽ സോൾട്ടഡ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സോൾട്ട് ആഡ് ചെയ്യേണ്ട കേട്ടോ, സ്കിപ്പ് ചെയ്യണം. അൺസോൾട്ടഡ് ബട്ടർ ആഡ് ചെയ്യുന്നതെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ബട്ടറും സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേ നമ്മുടെ പ്ലം കേക്കിൻ്റെ മസാല 1/2 ടീസ്പൂൺ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എൻ്റെ പ്ലം കേക്കിൻ്റെ മസാല നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ അതിൻ്റെ ലിങ്ക് ഇട്ട് തന്നേക്കാം. എനിക്ക് വേറൊരു ചാനലും കൊണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തും കുറേ റെസിപ്പീസൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ ആ ചാനലും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതേ നമ്മളതെല്ലാം ട്രയാങ്കിൾസ് എല്ലാം അടഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കാണെങ്കിൽ 3 മുട്ട ഒരു ബൗളിലോട്ട് എടുക്കും. അത് നമുക്കാണെങ്കിൽ പ്ലം എസൻസ്, പിന്നെ ഓറഞ്ച് എസൻസ്, മിക്സ് ഫ്രൂട്ട് എസൻസ്, പൈനാപ്പിൾ എസൻസ്, റം എസൻസ്, വാനില എസൻസ് എല്ലാം 1/4 ടീസ്പൂൺ വീതം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമുക്കാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് അതും കൂടെ വേണം. പിന്നെ എല്ലാ സാധനം മുട്ടയാണെങ്കിൽ ഏത് സാധനം നമ്മൾ എടുക്കുമ്പം കേക്കിന് വേണ്ടി എല്ലാ റൂം ടെമ്പറേച്ചറിലുള്ള എടുക്കാൻ ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പൊന്നും എടുത്ത് യൂസ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ശരിക്കും നമുക്ക് വിചാരിച്ച കൂട്ട് കിട്ടത്തില്ല. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്കിതേ നന്നായിട്ട് മുട്ടയ്ക്ക് ഇതുപോലെ പതിഞ്ഞ് വന്ന് കഴിയുമ്പം നമുക്കതിനകത്ത് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് പിന്നെ ഞാനതാണെങ്കിൽ ഫ്രൂട്ട്സ് ഞാൻ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും താഴെ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ആ ചാനലിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കിട്ടും. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്ത കൂട്ടനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ 1 വർഷം വരെ ആണെങ്കിൽ 1-2 വർഷം എത്ര ഇരുന്നാലും കേടുവരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അത്ര നല്ല അടിപൊളി റെസിപ്പി അത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഇതിനകത്ത് നമുക്കാണെങ്കിൽ ഇനി ഒരു 1/2 കപ്പ് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കാണെങ്കിൽ കാരമൽ കളർ 2 ടേബിൾ സ്പൂൺ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്കാണെങ്കിൽ ക്രിസ്മസ് സമയമില്ലേ, അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മുടെ കേക്ക് മെറ്റീരിയൽ സാധനങ്ങൾ കിട്ടുന്ന കടകളൊക്കെ ഇല്ലേ, അവിടെ അന്വേഷിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും കേട്ടോ. കാരമൽ കളർ നമുക്ക് ഇതുപോലെ മേടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് അത് ഒഴിച്ച് കൊടുക്കാം. നല്ല ബേക്കറിയിലെ കൂട്ട് നമുക്ക് വേണമെങ്കിൽ സെയിം ഇതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഇത് 1 kg കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല പെർഫെക്റ്റ് റെസിപ്പി അത്. അപ്പോൾ നിങ്ങൾക്ക് 1 kg കേക്കൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതാണ് ഇതേപോലെ നമുക്ക് കണ്ടില്ലേ, കാരമൽ കളർ ഒഴിച്ചപ്പോൾ നല്ലൊരു പുറത്തെ കൂട്ടൽ കളർ കിട്ടിയത്. പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട് സോക്ക് ചെയ്തത് ഒരു 250 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 ടേബിൾ സ്പൂൺ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കണം. എന്ന് വെച്ചാൽ അതാണെങ്കിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനകത്ത് ബേറ്ററിനകത്ത് ഇടുമ്പം താഴെ പോയി താന്ന് പോകാതിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കുറേശ്ശെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ഡയറക്ഷൻ തന്നെ എപ്പോഴും മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തിരിച്ചും മറിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കല്ലേ. പിന്നെ നമുക്കാണെങ്കിൽ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ആണെങ്കിൽ ലാസ്റ്റ് ആണെങ്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസേ ഇട്ട് കൊടുക്കാവുള്ളൂ. ലിക്വിഡ് ഒന്നും ഇട്ട് കൊടുക്കൽ. അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ കേക്ക് താന്ന് പോകാനോ അല്ലെങ്കിൽ ഓയിലി പോലെ ആയിരിക്കാനോ അല്ലെങ്കിൽ കയ്യിൽ കൂട്ടുന്ന കൂട്ടായി വരും കേട്ടോ. അതുകൊണ്ട് നമ്മളിതുപോലെ ഇടയ്ക്ക് വെച്ച് വേണം തന്നെ നമ്മൾ എന്തെങ്കിലും ലിക്വിഡായിട്ടുള്ള സാധനങ്ങൾ ഒഴിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ പാല് 1/4 കപ്പ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ് ഞാൻ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒഴിച്ചതിന് ശേഷം നമുക്കത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്കാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സും ഇട്ടതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഞാൻ കുറച്ചും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മൈദയൊക്കെ അടഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മളാണെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്തത് അത് ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ ഈ സ്റ്റേജിൽ നമുക്കാണെങ്കിൽ ബാറ്റർ ഒന്ന് റെഡി ആകുമ്പോഴത്തേക്കും നമുക്കാണെങ്കിൽ ഓവനിലാണ് വയ്ക്കുന്നതെന്ന് വെച്ചാൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റേക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. അല്ലെങ്കിൽ നിങ്ങൾ പാനിലാണ് വെക്കുന്നതെന്ന് വെച്ചാൽ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും റിങ്ങോ സ്റ്റാൻഡ് എന്തെങ്കിലും വെച്ചതിന് ശേഷം ഒരു ഹെവി ബോട്ടം പാത്രം കൊണ്ട് അടച്ചു നിർത്താൽ മതി കേട്ടോ. അത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റേക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. പിന്നെ ഓവൻ ചെയ്യുകയാണെങ്കിൽ ബേക്ക് ചെയ്യുമ്പോൾ 140 ഡിഗ്രിയിൽ 1 മണിക്കൂറത്തേക്ക് ബേക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ഗ്യാസിൽ വെക്കുകയാണെങ്കിൽ 1 മണിക്കൂർ സമയം എടുക്കും കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ആണെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ ടിന്നകത്ത് നമുക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കാണിച്ചേക്കുന്നത് കേട്ടോ. മേളത്തിയാണെങ്കിൽ എനിക്ക് സെയിൽ ചെയ്യാനുള്ളതാണ്. ഞാനൊരു ഹോം ബേക്കറും കൂടെയാണ്. അപ്പോൾ ആണെങ്കിൽ ഞാൻ ഇതുപോലെ കേക്കൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട്
ഞാൻ അത് സീൽ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചത്. നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിക്കണ്ടേ, എന്നാലും അറിയാൻ പറ്റും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ. കണ്ടില്ലേ, നല്ല മേളിൽ നല്ല ക്ലീനായിട്ട് തീരെ ഒട്ടുന്ന പോലെ തോന്നുന്നില്ല, അല്ലെങ്കിൽ ഓയിലി ആയിട്ടില്ല, നല്ല സ്പഞ്ചി ആയിട്ട് നമ്മുടെ കേക്ക് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ സെയിലിനുള്ളത് അത് ഞാൻ ബോക്സിലാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എത്തിക്കും. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.